के करियाड़ पेरिंगथूर में जुमेरात को एक अहम वाक़या हुआ। कोतुपरंबा के एमएलए और फॉर्मर एग्रीकल्चर मिनिस्टर केपी मोहनन एक अवामी तकरीब के दौरान मुजाहिरीन के सामने आ गए। ये वाक़या उस वक्त हुआ जब करियाड़ आंगनवाड़ी का इफ्तिताह करने वो पहुंचे थे। गुज़िश्ता 2 साल और 6 माह से मुकामी लोग थानल डायलिसिस सेंटर के खिलाफ एहतजाज कर रहे हैं। मुकामियों का कहना है कि इस मरकज से नाकाबिले इलाज फजला गलत तरीके से खारिज किया जा रहा है, जिससे पीने के पानी के ज़राए आलूदा हो रहे हैं और सेहत के मसाइल पैदा हो रहे हैं। बार बार दरख्वास्तों और मुजाहिरों के बावजूद इस मसले का कोई हल नहीं निकला। जैसा कि रुकने असम्बली इफ्तिताई मुकाम पर पहुंचे, मुजाहिरीन ने इन्हें घेर लिया, नारे लगाए और अपनी शिकायत पेश की। गवाहों के मुताबिक मुजाहिरीन ने इनकी कमीज खींची और इनकी हरकत रोकने की कोशिश की, जिस पर पुलिस ने मुदाखलत की। मोहनन ने कहा कि ये एक जज्बाती एहतजाज था और इन्होंने कोई जिस्मानी हमला महसूस नहीं किया। इन्होंने बताया कि इन्होंने इस वाक़ये की शिकायत दर्ज नहीं कराई। एहतजाज कमेटी ने इस कार्रवाई का दफा करते हुए कहा कि ये सालों की बेचैनी का एक फौरी रद्द अमल था। एक मुजाहिरी ने कहा कि ये सियासत का मामला नहीं बल्कि कम्युनिटी के साफ पानी और महफूज माहौल का हक है। पुलिस ने वाक़ये के बाद भारतीय न्याय संहिता के मुख्तलिफ दफात के तहत 25 अफराद के खिलाफ खुदकार मुकदमा दर्ज किया है। इलाके में मजीद अमन व अमान कायम रखने के लिए इजाफी सिक्योरिटी तैनात की गई है। ये वाक़या एक सियासी एतबार से हिसास हल्के में अवामी नाराजगी को जाहिर करता है, जहाँ साबिक वज़ीर आला पिनराई विजयन की नुमाइंदगी हो चुकी है और अब माहौलियाती मसाइल के मुस्तकिल हल और जवाब ही के मुतालिबात जोर पकड़ रहे हैं। പഴയകാലത്ത് രക്ഷിതാക്കൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ മക്കളെ എവിടെയാണ് ആക്കേണ്ടത് അംഗൻവാടിയിലാക്കാം, അതായിരുന്നു ഉദ്ദേശം. ഇന്നതൊക്കെ തന്നെ മാറി. വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് കുട്ടികൾ നന്നായി മിടുക്കന്മാരും മിടുക്കികളായി മാറിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അംഗൻവാടിയുടെ നല്ല വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടുള്ള ഇടപെടലുകളാണ്. അത് അവിടുത്തെ ടീച്ചറും വർക്കറും ഒക്കെ തന്നെ സ്വന്തം മക്കളെ പോലെ ലാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നാണ് ലക്ഷ്യം. ആ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി സർക്കാർ വളരെ ഗൗരവത്തോടു കൂടിയാണ് എല്ലാ കാര്യത്തിലും ഇടപെടുന്നത്. അവിടെ തന്നെ നമ്മുടെ യുവതികൾക്കുള്ള മുലയൂട്ടുകയന്ത്രങ്ങൾ, അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ശരീര കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഇടങ്ങൾ, ഇങ്ങനെയൊക്കെ തന്നെ ചേർന്നുകൊണ്ടുള്ള ഒരു പ്രത്യേക ഇടമായിട്ടാണ് അംഗൻവാടി. ആ അംഗൻവാടി ഒരു കലാരംഗത്തുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് എല്ലാവരും കണ്ടുവരുന്നത്. അത് പരമാവധി നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ആവശ്യവുമാണ്. അത് ഈ പ്രദേശത്ത് അപ്പോൾ സാമൂഹ്യപരമായ കാര്യങ്ങൾ ഇടപെട്ടുണ്ട് അംഗൻവാടികളൊക്കെ ഇനിയും കൂടുതലായിട്ട് ഞങ്ങൾ പറഞ്ഞതാണ്, ഇനിയും കൂടുതലായിട്ട്. അതേസമയം ഇപ്പം മാതൃകാ അംഗൻവാടികൾ, ഇത് മാതൃകാ അംഗൻവാടികൾ കളിസ്ഥലവും ഊഞ്ഞാലും കാര്യങ്ങളും ഒക്കെ തന്നെയായിട്ടുള്ള. അപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പോഴും അതിന് കുറച്ചുകൂടി 5 ലക്ഷം രൂപയും കൂടി അധികം കൊടുത്തുകൊണ്ട് മാതൃകാ അംഗൻവാടി കോമ്പൗണ്ടിൽ കളിക്കാനുള്ള ഇടവും അതുപോലെ തന്നെ നല്ല ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ തന്നെയുള്ള കാര്യങ്ങളുമായിട്ടുള്ള അംഗൻവാടികളാണ്. അപ്പോൾ സർക്കാർ ഇത്തരം കാര്യങ്ങൾ വളരെ